വണ്ടിപ്രാന്തന്മാർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകളും സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഏതൊക്കെ മോഡിഫിക്കേഷൻസ് അനുവദിക്കാം എന്നത് കൃത്യമായി പഠിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 18 തരത്തിലുള്ള രൂപമാറ്റങ്ങൾ നിയമ തടസ്സമില്ലാതെ ആരുടെയും അനുമതിയില്ലാതെ തന്നെ നടപ്പാക്കാം എന്നുള്ളതാണ് ഗതാഗത കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനിയാണ് ഞങ്ങൾ വണ്ടിപ്രാന്തന്മാരെ ഷോ വണ്ടി പണി നമുക്ക് സെറ്റ് ആക്കണം. ഈ നാട്ടിൽ ഇങ്ങനെ കാർ നമുക്ക് മാത്രമേ കാണാം. നീ മോഡിഫിക്കേഷൻ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, സ്റ്റീറിംഗ് വീൽ കവറുകൾ. അതല്ല, മോഡിഫിക്കേഷൻ എന്താണെന്ന് വായത്. സ്റ്റിയറിംഗ് വീൽ കവറോടാ. പിന്നെ ലൈറ്റ് എത്തിക്കാൻ, സ്പീക്കറിൽ പാട്ട് കേൾക്കാം. ഇതൊക്കെയാണോ മോഡിഫിക്കേഷൻ? ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവ അനുമതിയില്ലാതെ മാറ്റി ഉപയോഗിക്കും. 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കാറാണ്. മനുഷ്യന്മാർക്ക് പറ്റുന്ന എന്തെങ്കിലും പറ. ഇതെന്തോ ഈ പറയുന്നത്? ഇതൊക്കെ എന്താ? ഇത് പുതിയതായിട്ട് കൊണ്ടുവരുന്ന വല്ല നിയമമാണോ ഇത്? ഇപ്പൊ ഫ്ലോർ മാറ്റ്, സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ ഒക്കെ ഓട്ടോ എക്സ്പോയിൽ പോയി പൊരിക്കല്ലേ. ഇതിനപ്പുറത്തേക്കുള്ള ഒരു രൂപമാറ്റവും നിലവിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം സാധ്യമല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അപ്പൊ അതിനൊരു തീരുമാനമായി. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ്. വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കാൻ സർക്കാർ നടപടി തുടങ്ങി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ വാഹന മോഡിഫിക്കേഷനും ഉൾപ്പെടുത്തും. മോഡിഫിക്കേഷൻ പഠിക്കാനായി വിദഗ്ധ സമിതി രൂപീകരിക്കും. മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിന് ഫീസ് ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. ജൻസികളും അതിനോടൊപ്പം വണ്ടിപ്രേമികളും കാത്തിരിക്കുകയാണ് ഈ വാഹന മോഡിഫിക്കേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഈ വാഹന മോഡിഫിക്കേഷൻ എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാണ്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. ആദ്യം തയ്യാറാക്കിയ മോഡിഫിക്കേഷൻ പട്ടികയ്ക്കെതിരെ വ്യാപക വിമർശനവും പരിഹാസവും ഒക്കെയായിരുന്നു. അപ്പം പോവാം.